എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ബില്ലത്തിലേക്കാണ്. ബില്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ദ്വീപിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമ്മുടെ ലഗൂണ്. അപ്പോൾ ലഗൂണിൻ്റെ നടുക്ക് ഭാഗത്ത് പോയിട്ട് ലഗൂൺ ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന വള്ളം കണ്ടോ, ഈ വള്ളത്തിൽ ഈ തോണിയിൽ നമ്മൾ അവിടെ പോകും. അവിടെ പോയിട്ട് ഈ മീൻ കിട്ടുന്ന സ്പോട്ടൊക്കെ ഉണ്ട്. ലഗൂണിൻ്റെ നടുക്ക് ഭാഗത്ത് അങ്ങനെ പല ഭാഗത്തൊക്കെ നമ്മൾ മീൻ വിൽക്കുന്ന സ്പോട്ടുണ്ട്. ആ സ്പോട്ട് പോയിട്ട് നമ്മൾ മീനെ പിടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറം കടലിലോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഒരു 500 മീറ്റർ, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും നമ്മളിവിടെ ഈ തോണി കെട്ടിയിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ചൂണ്ടയും പിന്നെ ബ്രെഡ്സൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കിട്ടുമോ കിട്ടില്ലെന്ന് നോക്കാം. എന്തായാലും അപ്പോൾ ആദ്യത്തെ ചൂണ്ട ഇടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതായത് ആദ്യത്തെ മീൻ ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് മീനാണെന്ന് നമുക്ക് നോക്കാം. ഇത് മന്നാം എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. മന്നാം എന്ന് പേര് വരാൻ കാരണം ഇവിടെയൊക്കെ മഞ്ഞ കളറായതുകൊണ്ട് തന്നെയായിരിക്കും. മിക്കവാറും എല്ലാ ദ്വീപിലും ഈ മീനിൻ്റെ പേര് മന്നം തന്നെയായിരിക്കും, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇൻ കേസ് വേറെ ഏതെങ്കിലും ദ്വീപിൽ വേറെ പേരാണെങ്കിൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതാ അടുത്ത മീൻ കൂടി ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്ത് മീനാണെന്ന് നോക്കാം. ഇത് മന്നാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് ചെയ്ത സ്ഥലം അത് മിക്കവാറും ഈ മീനുള്ള സ്ഥലമായിരിക്കും. അതായിരിക്കും ഈ മീൻ കിട്ടാൻ കാരണം. അപ്പോൾ നെക്സ്റ്റ് ഏത് മീനാണെന്ന് നോക്കാം. മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞണ്ടാണ്, കടൽ ഞണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ കരുതിയിരിക്കുന്ന ചൂണ്ട ഉണ്ടല്ലോ, ചൂണ്ട തീരെ ചെറിയ ചൂണ്ടയാണ്. കാരണം ഇവിടെ നിന്ന് കൂടുതലും കിട്ടുക തീരെ ചെറിയ മീനാണ്, ഒത്തിരി ചെറിയ മീനായിരിക്കും. അപ്പോൾ അതിൻ്റെ വായൊക്കെ ഇച്ചിരി ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂണ്ടയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി ഞണ്ടേ ഉപയോഗത്തുള്ളൂ, കുറച്ച് ഇര മതി. അപ്പോൾ ഇത് 4ാമത്തെ മീൻ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇത് വേറെ ഏതൊരു മീനാണ്, മന്ന അല്ല. ഇതിൻ്റെ പേര് ഷമ്മം എന്നാണ്. ഷമ്മം, ഇവിടെ ഷമ്മം എന്നാണ് പറയുന്നത്.
ഇതാ വീണ്ടും ഒരു മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് കിട്ടിയ ശമ്മൻ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1, 2, 3, 4, 5 മീനായി. ഇതാ ഒരു വെറൈറ്റി മീൻ കൂടി കിട്ടിയിട്ടുണ്ട്. തോക്ക എന്നാണ് ഇതിന്റെ പേര്. തോക്ക എന്നാ പറയുന്നത്. ഇതിനെ നമ്മൾ പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ തെന്നിപ്പോകുന്നുണ്ട്. മേൽ മൊത്തം ഒരുമാതിരി ഓയിൽ പോലെയാണ്, ഭയങ്കര സ്ലിപ്പാവുന്ന പോലെ. ഇപ്പം നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 7-8 മീൻ കിട്ടി. പിന്നെ കേരളത്തിലുള്ള കൂട്ടുകാരൊക്കെ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പോൺസറിൻ്റെ അണ്ടറിലായിരിക്കും വരിക. അല്ലെങ്കിൽ ഒരു സ്പോൺസറിൻ്റെ അണ്ടറിൽ വന്നാലാണ് നമുക്ക് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകാൻ പറ്റുക. അവരുടെ പാക്കേജിൽ തന്നെ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ അഡീഷണലായിട്ട് നമുക്ക് പൈസ കൊടുത്ത് പോകാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഭയങ്കര അടിപൊളിയാണ്, ഒരു അഡ്വഞ്ചർ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ദ്വീപിൽ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള മീൻപിടുത്തം, ഇതല്ലാതെ വേറെ ഒത്തിരി മീൻപിടുത്തമുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഭയങ്കര ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്ത മീനെ കൂടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇത് കോറലാണ് കിട്ടിയിരിക്കുന്നത്. കോറൽ കുടുങ്ങി. കോറലിനെ സാധാരണ ബാര എന്നാണ് വിളിക്കാറ്. ഈ ഷേപ്പിലുള്ളത് കൊണ്ടാണ് നമ്മൾ ബാര എന്ന് വിളിക്കുന്നത്. പിന്നെ ഒത്തിരി വേറെ ഷേപ്പിലുള്ള കോറൽസൊക്കെ ഉണ്ട്. നമ്മൾ സ്നോർക്കലിംഗ് പോലുള്ള അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ഡൈവിംഗ് ഒക്കെ ചെയ്താലും ഒത്തിരി കോറൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കോറൽസിനെയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാനോ അല്ലാതെ അതിനെ നശിപ്പിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോറൽസിനെ കടലിലേക്ക് തന്നെ തിരിച്ചിടുകയാണ്. നമുക്കിപ്പോൾ ഒരു 8-10 മീനൊക്കെ കിട്ടി. ഇച്ചിരി മീൻ കൂടി വേണം. കുറച്ച് സമയം കൂടി നമുക്ക് ഇരിക്കാം. എന്തായാലും ഇപ്പൊ മക്സൂന് എത്ര മീനാ കിട്ടി? 4-5. അടുത്തൊരു മീനെ കൂടി കിട്ടിയിട്ടുണ്ട്. കളർഫുള്ളായിട്ടുള്ളൊരു മീനാണ്. ഇതിൻ്റെ പേര് കറട്ടി എന്നാണ് വിളിക്കുന്നത്. ഇതിനെ സാധാരണ ആരിങ്ങനെ കറി വെക്കാനൊന്നും എടുക്കാറില്ല സാധാരണ. കാരണം ഇതിൻ്റെ തൊലി ഇച്ചിരി കട്ടിയുണ്ട്. അപ്പോൾ ഇതിന് മുറിക്കാനും ഇച്ചിരി പ്രയാസമാണ്. അടുത്തൊരു മീന്, സ്പെഷ്യൽ മീന് കിട്ടിയിട്ടുണ്ട്. നോക്കാം. വാളക്ക എന്നാണ് ഇതിൻ്റെ പേര്. വാളക്ക വേണ്ട. നമ്മൾ ഇരക്കായിട്ടാണ് ഈ വലിയ മീനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇരക്കായിട്ടാണ് നമ്മൾ മീൻ ശരിക്കും യൂസ് ചെയ്യുന്നത്. ഇര
ഞങ്ങളുടെ ഒരു ചെറിയൊരു തോണിയാണ്. ഇതിൽ നമ്മൾ ഔട്ട്ബോർഡ് മെഷീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ പോകുന്ന ബോട്ട് കണ്ടോ, ആ പോകുന്ന ബോട്ടിൽ ഇൻബോർഡ് എഞ്ചിൻ വെച്ചിട്ടാണ് പോകുന്നത്. അവർ ആയക്കടലിൽ പോയിട്ടാണ് മീൻ പിടിക്കാറ്. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ തോണി എടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവാണ്. നമ്മുടെ ബോട്ടിൻ്റെ ആങ്കർ കോറലെവിടെയോ കുടുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കുടുങ്ങിയ ആങ്കർ പെട്ടെന്ന് ഇളകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫ്ലോട്ട് ചെയ്തിട്ടുള്ള ഒരു ബോയ ഉണ്ടോ, ആ കെട്ടിയിട്ടിരിക്കുന്ന ആ സംഭവത്തെ കായക്കുട്ടി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇത് പിടിച്ച് വലിച്ചാൽ പെട്ടെന്ന് ആങ്കർ താഴത്തു നിന്ന് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തോണിയുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന സംഭവമാണ് നമ്മളുണ്ടാക്കിയ ഒരു ഗ്രില്ലാണ്. അതായത് മീനെയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ഗ്രില്ലാണ്. നമ്മുടെ ഈ പാമോയുടെ വലിയ ടിന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മളുണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കുറേ മീനൊക്കെ കിട്ടി എന്തായാലും. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് അത് ചുട്ടെടുത്ത് ഈ വള്ളത്തിൽ, അതായത് ഈ തോണിയിൽ ഇരുന്ന് കടലിൻ്റെ നടുക്ക് തിരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്താവും നോക്കാം. വാവ്, അങ്ങനെ തീ വെച്ചിരിക്കുകയാണ്. ഇനി ശരിക്കും ഇതൊരു കനലായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ മീനെ വെച്ചിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എത്രമാത്രം ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. പിന്നെ ഈ തോണിക്ക് മൊത്തം തീ പിടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഒന്ന് നോക്കാം. ബാക്കിയുള്ള 2 പേര് മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തീ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കനലായിട്ട് നമ്മൾ അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കനലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്തായാലും. ഇനി പണിഞ്ഞ വാടക കിടണ്ടേ? കനൽ റെഡി ആയിട്ടുണ്ട്. എന്തായാലും മീൻ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കാം, ലഭിക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കാം. നടുക്ക് വെച്ച്, വില്ലത്തിൻ്റെ കടലിന് നടുക്ക് വെച്ചിട്ട് നമ്മൾ ഈ ശരിക്കും ഒരു ചെറിയൊരു തോണി കണ്ടോ, നമുക്ക് ശരിക്കും ചെറിയൊരു തോണിയുടെ മുകളിൽ വെച്ചിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടി അത് ഫോളോ താങ്ങിപ്പോയി. അപ്പോൾ മീൻ എന്തായാലും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കട്ടൻ ചായയും ചുട്ട മീനും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവും. പിന്നെ ഒന്നാമത് നമ്മൾ ഈ കടലിൻ്റെ നടുക്കിൽ ഇരിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടാവും. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് കഴിക്കാൻ പോവാണ്. സൂര്യൻ അസ്തമിച്ച കാരണം വെട്ടം കുറവുണ്ട്. അപ്പോൾ വെട്ടം കുറഞ്ഞ കാരണം വീഡിയോ ഇനി എടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.